കുടുംബവാഴ്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം അത് ഒരു ഏറ്റവും ശരിയായ സംഗതിയാണ്. നെഹ്റു കുടുംബം കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നതും നെഹ്റു കുടുംബം ഇന്ത്യ ഭരിക്കുന്നതുമാണ് ഏറ്റവും ശരിയായ സംഗതി. അതിലും വലിയ ശരിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവര്. അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഇവിടെ രണ്ട് രസകരമായ കാര്യം പറഞ്ഞു. ഒന്ന് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിനെ പറ്റി പറഞ്ഞു. ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന് കലക്ടറും എം പിയും കൂടി ഇരുന്ന് പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സമർപ്പിക്കണം. അതിന് കഴിഞ്ഞ തവണ അവിടെ എം പി ആയിരുന്ന ആൾക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പദ്ധതികൾ കൊടുത്തിട്ടില്ല. മറ്റു പല സംസ്ഥാനത്തും ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടുത്തെ എം പിമാർ കലക്ടറുമായി ഇരുന്ന് ചർച്ച ചെയ്ത് പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്ത് ഫണ്ടുകൾ വാങ്ങാറുണ്ട്. ഇവിടെ അതിന് നേരമില്ലല്ലോ. പിന്നെ 3 ജില്ലകളുടെ എം പി ആണ് രാഹുൽ ഗാന്ധി. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലം, വയനാട് ജില്ലയിലെ 3 മണ്ഡലം, മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലം. ഈ 3 ജില്ലകളിലെയും കലക്ടർമാരുടെ കൂടെയുള്ള ജനപ്രതിനിധികളുടെ കൂടെയുള്ള വികസനത്തിന്റെ കമ്മിറ്റിയിൽ അംഗമാണ് അദ്ദേഹം. വയനാട് ജില്ലയിലെ മീറ്റിംഗിൽ മാത്രമേ അദ്ദേഹം, അതും 16 തവണ കൂടിയപ്പം 4 തവണ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ ഒരു മീറ്റിംഗിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ഒരു മീറ്റിംഗിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പൊ ചോദിക്കും, എന്നിട്ട് 3.5 ലക്ഷത്തിന് ജയിച്ചല്ലോ. അത് ജയിക്കും. കാരണം 2014 വരെ ജയിച്ച മണ്ഡലമാണല്ലോ. അതിപ്പോ ജയിക്കും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇതാണ് ആ മണ്ഡലത്തിന്റെ സ്ഥിതി. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇനിയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഒരു എം പി വീണ്ടും വരും. ആ എം പിയും ഇങ്ങനെ പെരുമാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ജനങ്ങളുടെ വികസനവും നാടിന്റെ ക്ഷേമവുമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു കോൺഗ്രസിന് ഇപ്പൊ നല്ല കാലാണ്, 100 സീറ്റ് കിട്ടിയല്ലോ. 405 സീറ്റ് കിട്ടിയ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടി, ഞങ്ങൾക്ക് നല്ല കാലമാണ്. അപ്പൊ കോൺഗ്രസ് എവിടെ എത്തി എന്ന് കോൺഗ്രസ്സുകാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും.